ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ഇന്ത്യയുടെ ഐതിഹാസികമായ പോരാട്ടങ്ങളും യുദ്ധവിജയങ്ങളും ഡ്രോൺ ഷോയിലൂടെ അവതരിപ്പിച്ച വ്യോമസേന. രാജ്യത്തിനു വേണ്ടി ശത്രുക്കളോട് പോരാടി വീരമൃത്യു വരിച്ച ഫ്ലൈയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ്, സ്ക്വാഡ്രൺ ലീഡർ AB ദേവയ്യ എന്നിവരെയും ഡ്രോൺ ഷോയിലൂടെ വ്യോമസേന ആദരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രകടനത്തിലാണ് യുദ്ധവിജയങ്ങളും പോരാട്ട വീര്യങ്ങളും വിവരിക്കുന്ന ഡ്രോൺ ഷോ നടന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേന നടത്തിയ അഭിമാനാർഹമായ പോരാട്ട വീര്യങ്ങളുടെ ചരിത്രമാണ് പൊക്രാൻ മരുഭൂമിയിലെ ആകാശത്ത് വിരിഞ്ഞത്. വർഷം 1947. ശ്രീനഗർ അധിനിവേശത്തിനായി എത്തിയ പാകിസ്ഥാനികളെ തുരത്താൻ ഇന്ത്യൻ സൈനികരെ എത്തിച്ചത് വ്യോമസേനയുടെ ഡക്കോട്ട വിമാനത്തിലായിരുന്നു. വ്യോമസേനയുടെ ആ വിമാനങ്ങൾ ഒരു നഗരത്തെ മാത്രമല്ല, ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ കൂടിയാണ് സംരക്ഷിച്ചത്. സ്ക്വാഡ്രൺ ലീഡർ AB ദേവയ്യ, ഫ്ലൈയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് ഷെഖോൺ. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഈ വീരസൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ ജ്വലിക്കുന്ന സ്മരണകൾ ഡ്രോണുകൾ ആകാശത്ത് വരച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം. ധാക്കയിലെ ഗവർണർ ഹൗസിൽ വ്യോമസേനയുടെ പോർമുഖമായ MiG-21 യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണം പാകിസ്ഥാന്റെ പൂർണ്ണമായ കീഴടങ്ങലിന് മാത്രമല്ല, ഒരു പുതിയ സ്വതന്ത്ര രാജ്യത്തിന്റെ ഉദയത്തിനു കൂടിയാണ് വഴിവെച്ചത്. 1999 ഓപ്പറേഷൻ സഫേദ് സാഗർ. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിർണായക മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് വ്യോമസേനയായിരുന്നു. മാരക പ്രകടനശേഷിയുള്ള ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു വ്യോമസേനയുടെ ഓപ്പറേഷൻ. കാർഗിലിൽ വീണ്ടും ത്രിവർണ്ണ പതാക പാറി. ഓപ്പറേഷൻ ബന്ദർ. 2019 ഫെബ്രുവരി 26 പുൽവാമയിൽ CRPF സേനാവ്യൂഹത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി. പാക് അധീന കശ്മീരിലെ ബാലാകോട്ടിൽ ഭീകരതാകുളങ്ങൾ തകർത്ത് വ്യോമസേന. ഓപ്പറേഷൻ സിന്ദൂർ. രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും തിരിച്ചടി നൽകാൻ വ്യോമസേന സുസജ്ജമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത്. ഏത് വെല്ലുവിളി നേരിടാനും ഇന്ത്യൻ വ്യോമസേന സുസജ്ജമാണെന്ന സന്ദേശത്തോടെയാണ് ഡ്രോൺ ഷോയ്ക്ക് തിരശ്ശീല വീണത്. പൊക്രാനിൽ നിന്നും ജഗദീഷ് മിശ്രിനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.